പഞ്ചേന്ദ്രിയങ്ങൾ നൽകപ്പെട്ട മനുഷ്യൻ, ബുദ്ധിയും വിവേകവും നൽകപ്പെട്ട മനുഷ്യൻ, അത്ഭുതകരമായ കണ്ണ് നൽകപ്പെട്ട മനുഷ്യൻ, അത്ഭുതകരമായ 3 അസ്ഥി ശൃംഖലകളിലൂടെ കേൾവി ശക്തി നേടിയെടുത്തിട്ടുള്ള മനുഷ്യൻ, ചിന്തിക്കാനുള്ള പ്രത്യേകമായ തലച്ചോറ് ലഭിച്ച മനുഷ്യൻ, 5 ലിറ്ററോളം വരുന്ന രക്തം നിരന്തരമായി ഒഴുകുന്ന രക്തചംക്രമണ വ്യവസ്ഥ നൽകപ്പെട്ടിട്ടുള്ള മനുഷ്യൻ, 206ഓളം വരുന്ന അസ്ഥികളിലൂടെ ശരീരത്തെ താങ്ങി നിർത്തപ്പെട്ട മനുഷ്യൻ, ഇവൻ ഇവിടെ കാണുന്ന മറ്റു മൃഗങ്ങളെ പോലെ ചോക്കേറ്റ് താഴോട്ട് വീണ് പടഞ്ഞു ചാവുന്ന ഒരു കാക്കയെ പോലെ, വണ്ടിയുടെ ചക്രത്തിനടിയിൽ ചതഞ്ഞരയുന്ന ഒരു പട്ടിയെ പോലെ മരണത്തിലൂടെ ഈ മനുഷ്യന്റെ ജീവിതവും തീരുകയാണെങ്കിൽ മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം എവിടെയാണ്? ആ ചോദ്യത്തിന് ഉത്തരം ലഭിക്കണം. ആ ചോദ്യത്തിനാണ് വിശുദ്ധ ഖുർആൻ ഉത്തരം നൽകുന്നത്. മരണം ജീവിതത്തിന്റെ അവസാനമല്ല, യഥാർത്ഥമായ ജീവിതത്തിന്റെ തുടക്കമാണ്. അപ്പോഴേ ഈ ജീവിതത്തിന് അർത്ഥമുള്ളൂ. അതുകൊണ്ട് നൈമിഷികമായ ലോക ജീവിതത്തിൽ വരാനിരിക്കുന്ന അനന്തമായ പരലോക ജീവിതത്തിന് വേണ്ടി പണിയെടുക്കുന്നവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ, അവനാണ് യഥാർത്ഥത്തിൽ യുക്തിയുള്ളവൻ എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ സത്യം ഉൾക്കൊള്ളാത്ത മനുഷ്യനെ അവരാരെ പോലെയാണ്? 4 മൃഗങ്ങളെ പോലെയാണ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാതെ ബൽഹും അവല്ല, ഇതിനേക്കാൾ മ്ലേച്ഛരാണ്, വഴിപിഴച്ചവരാണ് അവർ എന്നതാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നത്.